വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളുടെ ഉദ്ദേശം നല്ലതല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇത്തരം പ്രസ്താവനകൾ വെള്ളാപ്പള്ളി ഒഴിവാക്കേണ്ടതാണ്. ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും കേരളം അവർക്ക് പറ്റുന്ന നാടല്ലെന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, സർക്കാർ രൂപീകരണം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാളെ സത്യപ്രതിജ്ഞയാവുന്നുള്ളൂ. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷം ചീറ്റുന്ന പ്രസ്താവനകളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. നമ്മുടെ നാട്ടിൽ വർഗീയത ഇളക്കി വിട്ടാൽ അതിനെ ജനം അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം. അതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ തന്നെ ലീഗിനെ പിടിച്ച് ആക്രമിക്കുന്ന ശൈലി, അത് നാട്ടിൽ സ്പർദ്ധ വളർത്താനുള്ള മനഃപൂർവ്വമുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. നല്ല ഉദ്ദേശമല്ല. വിവാദങ്ങൾ ഉണ്ടാക്കി കത്തിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനല്ല ഇത്തരക്കാർ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് അവരോട് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. കേരളം അവർക്ക് പറ്റുന്ന സാഹചര്യമുള്ള നാടല്ല. ഇത് നാട്ടിലെ സ്നേഹവും സൗഹാർദ്ദവും വളരുന്ന നാടാണ്. നടേശ, നല്ല ഭാഷയിൽ മര്യാദയോടുകൂടി വലിയ വിവാദങ്ങളിലേക്കോ അധിക്ഷേപങ്ങളിലേക്കോ ഒന്നും പോകാതെ നല്ല പച്ച മലയാളത്തിൽ മര്യാദയോടുകൂടി നല്ല ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പാണിത്. വേണമെങ്കിൽ കേട്ട് പഠിക്കാം, ഉൾക്കൊള്ളാം. ഇനി അതല്ല, ഞാൻ കൊണ്ടേ പഠിക്കൂ എന്നാണെങ്കിൽ അങ്ങനെയുമാവാം. എങ്ങനെ? കൊണ്ടേ പഠിക്കൂ എന്നാണെങ്കിൽ അങ്ങനെയുമാവാം, അല്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം RSS പിണറായി വിജയന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു മാരക വിഷമായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശന്, സുകുമാരൻ നായർ, RSS, SDPI എന്ന് വേണ്ട ആളുകൾക്കൊക്കെ എല്ലാവർക്കും സതീശനാണ് പ്രശ്നം. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതാണ് അവരുടെ പ്രശ്നം. അത് എത്തുന്നതിന് മുമ്പും പ്രശ്നം തന്നെ, എത്തിയതിന് ശേഷവും പ്രശ്നം തന്നെ. കാരണം എന്താ? കാരണം സതീശൻ്റെ നിലപാടുകളാണ്. അപ്പോൾ സതീശൻ്റെ നിലപാടുകൾക്ക് ജനം അംഗീകാരം നൽകുമ്പോൾ അതിനെ പിന്തുണക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തോട്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. കേരളത്തിലെ UDF സഖ്യകക്ഷികളായിട്ടുള്ള എല്ലാവർക്കും, മുസ്ലിം ലീഗിനാണെങ്കിലും ശരി, എല്ലാവർക്കും, കോൺഗ്രസ്സുകാർക്കും അതെ, സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതായിരുന്നു അഭിപ്രായം. പിന്നെ അവിടെ ചില കോൺഗ്രസിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ ചില മാനദണ്ഡങ്ങളും ചില എന്താ പറയേണ്ടത് ചില ചർച്ചകളും ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാരനും ഈ സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇതിന് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തോട്ട്. ഇപ്പോൾ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഈരാറ്റുപേട്ടക്കാരനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകനെയും വെള്ളാപ്പള്ളി നടേശൻ ആക്രമിച്ചത് അയാൾ ഈരാറ്റുപേട്ടക്കാരനാണ്, അയാളുടെ പേര് റഹീസ് റഷീദാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരനും 2 തീട്ട കഷ്ണങ്ങൾ. ഈ 2 തീട്ട കഷ്ണങ്ങൾക്ക് എന്താ പ്രശ്നം? സതീശനെ കിട്ടൂല എന്ന് മാത്രമല്ല, സതീശൻ്റെ നിലപാടുകൾ ഇവർക്കെതിരാണെന്ന് പറഞ്ഞാൽ ഇവർ വ്യക്തിപരമായിട്ട് ഇവർക്കെതിരാണെന്നല്ല, ഇവരുടെ നാവിനെതിരാണ്. ആ നാവിനെതിരെ സതീശൻ്റെ നിലപാടുകൾ, നട്ടല്ലുള്ളവൻ്റെ നിലപാടുകളായിട്ട് അവിടെ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ അവർക്ക് സതീശനെ വെട്ടി വീഴ്ത്തണം. അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അവിടെ പാറ പോലെ ഉടർച്ചു നിൽക്കാൻ ആളുകളുണ്ടായി. അതാ തന്നെയാണ് പ്രശ്നം. ഇപ്പം സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ മുസ്ലിം ലീഗിന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര അഭിപ്രായം. ആ അഭിപ്രായം മാനിക്കുക എന്ന് പറയുന്നത് വലിയ ഘടകമായിരുന്നു. കാരണം എന്താ? ലീഗിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ജനങ്ങളുടെ വികാരമായിരുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചത് അത് ലീഗ് മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ലീഗ് പറഞ്ഞ അതേ കാര്യം PJ ജോസഫ് പറഞ്ഞു, ലീഗ് പറഞ്ഞ അതേ കാര്യം ഷിബു ബേബി ജോൺ പറഞ്ഞു, ലീഗ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഘടകകക്ഷികളായിട്ടുള്ള മറ്റുള്ള ആളുകളും പറഞ്ഞു.
എന്നാൽ പ്രശ്നം മൊത്തം ആരുടെ തലയിലാ? ലീഗിൻ്റെ നെഞ്ചത്ത്. അപ്പോൾ അവിടങ്ങളിൽ എന്താ പ്രശ്നം? പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയ, കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ ചെറ്റ. ആ ചെറ്റയാണ് പ്രശ്നം. ആ ചെറ്റയുടെ വർഗീയതയാണ് പ്രശ്നം. ആ ചെറ്റ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പിണറായി വിജയൻ 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പറഞ്ഞ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? കേരളത്തിൻ്റെ പ്രവീൺ തൊഗാഡിയ. കേരളത്തിൻ്റെ തൊഗാഡിയ എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ 10 വർഷം മുമ്പ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ എന്തു തുടങ്ങി? ഈ നടേശൻ ഊമ്പാൻ ഇറങ്ങി. അപ്പോൾ ഊമ്പി സുഖം കിട്ടിയപ്പോൾ പിണറായി വിജയൻ തൊഗാഡിയ എന്നുള്ളത് മാറ്റിയിട്ട് സരസ്വതിയാക്കി മാറ്റി. അല്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിലുള്ള പ്രശ്നമാണ്. ആ സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള പിന്തുണക്കുന്നവരെ ആരാണ് എന്നുള്ളതാണ്. കാരണം സതീശൻ മുഖ്യമന്ത്രി ആയാൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ മറ്റൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന കൊള്ളയുടെയും മുക്കലിൻ്റെയും നക്കലിൻ്റെയും തൂറലിൻ്റെയും കഥകളാണ്. ക്രിമിനൽ കേസുകൾ 140 കേസുകൾ. അല്ലേ? എനിക്കിതൊന്നല്ല മനസ്സിലാവാത്തത്. എനിക്ക് മനസ്സിലാവാത്തത് സ്വാഭാവികമായിട്ടും UDF എന്ന് പറയുന്ന ഒരു മുന്നണിയാണ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ ഘടകകക്ഷികളുണ്ട്. ഈ ഘടകകക്ഷികൾ നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞാൽ മറ്റുള്ള ഘടകകക്ഷികളുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഗവൺമെൻറ്റിൽ അവർക്കെല്ലാവർക്കും അഭിപ്രായമുണ്ടാകും. ഉണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുമുണ്ട്. ഇതിലൊന്നും പെടാത്ത ഈ നടേശൻ എന്ന് പറയുന്ന കള്ള് കച്ചവടക്കാരന് ഇതിലെന്താണ് അഭിപ്രായം? ചുകുമാരൻ എന്ന് പറയുന്ന ചെറ്റക്ക് ഇതിലെന്താണ് അഭിപ്രായം? അല്ലേ? പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുക, പിണറായി വിജയൻ്റെത് ഊമ്പുക, എന്നിട്ട് UDF വന്ന അഭിപ്രായം പറയുക. ഇവൻ ആരോടോ അഭിപ്രായം പറയാൻ? ഇവൻ ആരാ അഭിപ്രായം പറയാൻ? മാത്രമല്ല, അല്ലേ, അതിനേക്കാൾ വലിയ കോമഡി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇവനൊരു പാർട്ടി ഉണ്ടാക്കി, രാഷ്ട്രീയ പാർട്ടി BDJS. ഈ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇവൻ ഈ നടേശൻ എന്ന് പറയുന്ന ചെറ്റ അവനൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ സംഘ് പരിവാറിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടി. എന്നിട്ടോ ഇവനെ ആ പാർട്ടിയെ സംഘ് പരിവാറിൻ്റെ ആലയത്തിൽ കെട്ടിയിട്ട് ഇവനെവിടെ വന്നിരുന്നിട്ട് പിണറായി വിജയൻ്റെ ധൂമ്പാണ്. ഇവൻ്റെ പാർട്ടി സംഘ് പരിവാർ ആലയത്തിൽ. എന്നാൽ ഈ ചെറ്റക്ക് പണി പിണറായി വിജയൻ്റെ ധൂമ്പലു. അപ്പോൾ നടേശ പറയുന്നത് മര്യാദയോടുകൂടി മാന്യതയോടുകൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഇത് കാണുമെങ്കിൽ കാണാം. ഇനി അതല്ല, ഇത് തുടരാനാണ് ഭാവമെങ്കിൽ കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്ന് പറയുന്നത് പോലെ കൊണ്ടറിയേണ്ടി വരും. കൊണ്ടറിയേണ്ടി വരും. നടേശൻ്റെ നാവിന്, നടേശൻ്റെ വർഗീയതക്കും ഇനി അത് ചെത്തി ഉപ്പിലിടാനാണ് മറുമരുന്നെങ്കിൽ അത് ചെയ്യേണ്ടി വരും. നടേശനെ പൂട്ടും, നല്ല മണിച്ചിത്രത്തായിട്ട് നടേശനെ പൂട്ടും. പിന്നെ ഈ നടേശന് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തീട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു കള്ള് കച്ചവടക്കാരൻ ഈഴവരുടെ പേര് പറഞ്ഞ് ഈഴവരെ പറ്റിച്ച് അവർക്ക് കിട്ടേണ്ടത് കൂടി വാങ്ങി നക്കി അതിങ്ങനെ തിന്ന് വീർത്ത് വീപ്പക്കുറ്റി പോലെ ആയ ഒരു തീട്ടക്കഷ്ണം. അത്രയേ ഉള്ളൂ നടേശൻ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. കാരണം അത് ഭയങ്കര ഒരു സൈക്കോളജിക്കൽ മൂവാണ്. എന്താണ്? എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഈഴവർക്ക് വേണ്ടി, എന്നിട്ടോ പണിയെടുക്കുന്നതോ ചെയ്യുന്നതോ ആ ഈഴവരെ പറ്റിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ചെറ്റകൾ കഴിഞ്ഞ 10 വർഷം വേണ്ട വിധത്തിൽ ഊമ്പിക്കൊടുത്തിട്ട് ഇവരുടെ കാര്യങ്ങൾ സേഫാക്കാൻ വേണ്ടിയിട്ട് ഊമ്പലായിരുന്നു ഇവരുടെ പണി. ഇപ്പോഴെന്താ ഇത്ര വലിയ മൂലം കടച്ചിൽ? കാരണം ഇനി ഊമ്പൽ നടക്കൂല. ഇനി എല്ലാം അപകടത്തിലേക്കാണ് പോകുന്നത്. കേസുകൾ ഓരോന്നോരോന്നായിട്ട് ഇനി പൊന്തി വരും. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ഭയം നടേശനെ വല്ലാതെ അലട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നടേശൻ കട്ടതാ, നടേശന് കൊള്ളയടിച്ചതാണ്. മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് എന്താ? ഈഴവർക്ക് ലഭിക്കേണ്ട ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നടേശൻ നക്കി. അപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ നടേശനൊരു കാര്യം ഉറപ്പാ, ഇതിൽ താൻ പിടിക്കപ്പെടും. ചുവന്ന കരങ്ങളോടെ തൂക്കിന്ന് കേട്ടില്ലേ നിങ്ങൾ? കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കള്ളനെ കയ്യോടെ പൊക്കിയെന്ന. അപ്പോൾ ഇതിൽ താൻ അഴിയെണ്ണേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധ്യ ഇത്രയും കാലം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കാൻ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഇനി ആ പിണറായി വിജയൻ ഇല്ല. അത് തന്നെയാണ് നടേശൻ്റെ പ്രശ്നം. എന്താണെങ്കിലും ഇത്രയും കാലം കൊണ്ടു നടന്ന സഖാക്കൾക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. നടേശനെ തലയിൽ കൊണ്ടുവച്ച് നടന്നത് തന്നെയാണ് തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അല്ലെങ്കിലും സഖാക്കൾ അതല്ല ചിന്തിക്കേണ്ടത്. നടേശൻ ഇവരുടെ കൂടെയാണെന്ന് അഭിനയിച്ചുകൊണ്ട് ഇവൻ കൊണ്ടുപോയി കെട്ടിയ NDAക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, BJPക്ക് വേണ്ടി, സംഘ് പരിവാറിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ആ പണിയെടുത്ത് അപ്പോൾ ഇവനെന്താ ചെയ്യുന്നത്? ഉള്ളിലിരുന്നിട്ട് ഈ എലിയുടെ പെരിച്ചായി എന്നൊക്കെ കേട്ടില്ലേ, ഈ തൊരക്കുന്ന ഏർപ്പാടായിരുന്നു, അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സഖാക്കൾ അത് മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയേണ്ടി വന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇവരപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാ സെക്രട്ടേറിയറ്റിലും പറയുന്ന ഒരു വാക്ക്, ഒരു പേര് നടേശനാണ്. നടേശനെ തലയിൽ കൊണ്ടു നടന്നത് പാരയായി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ സഖാക്കൾ തന്നെ പറയുന്നത്. പിന്നെ അതങ്ങനെ അങ്ങ് വിളിച്ചു പറയാനും ധൈര്യമില്ല. കാരണം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ഈ പറയുന്ന വിജയൻ്റെ അടിമകളായതുകൊണ്ട് വല്ലാതെ അങ്ങ് വിളിച്ചു പറയില്ല. എന്നാലും പറയുന്നുണ്ട്, പറയാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈ നടേശൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു സഖാവായിട്ടല്ല പ്രവർത്തിച്ചത്. വളരെ കൃത്യമായിട്ട് ഒരു RSS ഏജൻ്റായിട്ട് പണിയെടുത്തതാ. ആ RSS ആണ് പിണറായി വിജയൻ്റെ ഇടത്തെ കയ്യിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന തീട്ട കഷ്ണം വെച്ചുകൊടുത്തത്. എന്നിട്ട് ആ തീട്ട കഷ്ണം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് RSS കാരൻ പറഞ്ഞത്, വിജയ നാറ്റൊക്കെ ഉണ്ടാകും, അറപ്പും വെറുപ്പും തോന്നും, പക്ഷേ ഈ തീട്ടം കയ്യിൽ തന്നെ, കൈ വെള്ളയിൽ തന്നെ വെക്കണം. ഒരു കാരണവശാലും ഈ തീട്ട കഷ്ണത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് വിജയനോട് പറഞ്ഞു. വിജയന് നാറ്റം സഹിച്ച് കൈവെള്ളയിൽ തന്നെ കൊണ്ടു നടന്നു. പക്ഷേ ഇത് കേരളമാണ് എന്നുള്ളത് വിജയം മറന്നുപോയി. നല്ല തിരിച്ചടി കൊടുത്തു കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇപ്പം KC വേണുഗോപാൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അത് പാർട്ടിയുടെ ലൈനാണ് എന്ന് മാത്രമല്ല, അതൊരു താക്കീത് കൂടിയാണ്, അതൊരു മുന്നറിയിപ്പാ. വേണമെങ്കിൽ ഉൾക്കൊള്ളാം, വേണ്ടെങ്കിൽ തട്ടിക്കളയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ടറിയാത്തവൻ കൊണ്ടറിയും, അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കും. അപ്പം നടേശ, ഇവിടെ തുടങ്ങുകയാണ് കൗണ്ട് ഡൗൺ നാളെ മുതൽ. ഓക്കേ.